നമസ്കാരം. തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്നും കുട്ടികളടക്കം നിരവധി പേർ മരണപ്പെട്ടിട്ടും ടിവികെ അധ്യക്ഷൻ വിജയ് വേദി വിട്ടുപോയത് അംഗീകരിക്കാനാവില്ലെന്നും മദ്രാസ് ഹൈക്കോടതി. ഈ സാഹചര്യത്തിൽ ദുരന്തത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അപകടത്തെക്കുറിച്ച് പരാമർശിക്കവേ വിജയിയെ രൂക്ഷ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. കുട്ടികളടക്കം മരിച്ചു വീണിട്ടും അദ്ദേഹം ആ സ്ഥലം വിട്ടുപോയി. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ നേതാക്കൾ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അണികളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരാൾക്ക് എന്തുതരം നേതൃത്വ ഗുണമാണുള്ളതെന്നും കോടതി ചോദിച്ചു. ഇതെന്തുതരം രാഷ്ട്രീയ പാർട്ടിയാണെന്നും ചോദിച്ച കോടതി കരൂരിലുണ്ടായ സംഭവങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും നിരീക്ഷിച്ചു. ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് SV ഗംഗാപൂർവാല, ജസ്റ്റിസ് D ഭരത ചക്രവർത്തി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ദുരന്തത്തിന്റെ കാരണം സംഘാടകരുടെ വീഴ്ചകളാണ്, വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തത് എന്നിവയെല്ലാം ഈ സംഘം എന്തായാലും നേരിട്ട് അന്വേഷിക്കും. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കരൂരിലെ VKKR നഗരിൽ TVK പാർട്ടി സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ വേദിക്ക് സമീപം സ്ഥാപിച്ചിരുന്ന ഡിജിറ്റൽ ബോർഡുകൾ നിലംപൊത്തിയാണ് അപകടത്തിന് കാരണമായത്. സംഭവത്തിൽ കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചിലർ മരണപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായി. 41 ആളുകളാണ് മരണപ്പെട്ടത്. അപകട സമയത്ത് TVK പാർട്ടി അധ്യക്ഷൻ വിജയ് വേദിയിലുണ്ടായിരുന്നു. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചതായും ആരോപണം ആ ഘട്ടം മുതലേ ഉയർന്നിരുന്നു. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഈ നടപടി ഇത്തരം പൊതുപരിപാടികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും സംഘാടകരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി അറിയിച്ചു. തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളും മദ്രാസ് ഹൈക്കോടതി തള്ളി. നടൻ വിജയുടെ റാലിക്കിടെയുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ TVK ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾ സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചും തള്ളിയത്. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ CBIക്ക് കേസ് കൈമാറാനാകില്ല എന്നും കോടതി രാഷ്ട്രീയ സംവാദങ്ങൾക്കുള്ള വേദിയാക്കരുതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കരൂരിലുണ്ടായ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. TVKയുടേതടക്കം ഒരു കൂട്ടം ഹർജികളാണ് കോടതി തള്ളിയത്. അന്വേഷണം ആരംഭിച്ച ഉടൻ CBIക്ക് കേസ് കൈമാറുന്നത് ശരിയല്ല എന്നും കോടതിയെ രാഷ്ട്രീയ പോരിന് ഉപയോഗിക്കരുത് എന്നും ഹൈക്കോടതി മധുരൈ ബെഞ്ച് വ്യക്തമാക്കി. ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തെ തമിഴ്നാട് സർക്കാർ ശക്തമായി എതിർത്തു. അതേസമയം സംഭവത്തിൽ സർക്കാരിനെയും TVKയും കോടതി രൂക്ഷമായി വിമർശിച്ചു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നാണ് കോടതി ചോദിച്ചത്. റാലികൾ പോലുള്ള പരിപാടികളിൽ കുടിവെള്ളം, ശുചിമുറി സൗകര്യങ്ങൾ എന്നിവ ഒരുക്കേണ്ടത് സംഘാടകരായ പാർട്ടികളാണെന്നും അച്ചടക്കമില്ലാത്ത പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് ആരാണെന്നും കോടതി ചോദിച്ചു. എന്തായാലും തമിഴ്നാട് ഹൈക്കോടതി രൂക്ഷ ഭാഷയിലാണ് വിജയിയെ വിമർശിച്ചിരിക്കുന്നത്. കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി തമിഴ്നാട് സർക്കാരിനോട് ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാരിനോട് TVK എന്ന പാർട്ടിക്ക് ഇത്ര മൃദു സമീപനം ഉണ്ടാവുന്നത് എന്ന ചോദ്യവും ഹൈക്കോടതി ഉയർത്തി.